ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അബ്ഡോമിനൽ കോട്ടൺ പെയിന് അതിന്റെ കോമൺ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ്, റൈറ്റ് അപ്പർ കോട്ടൺ പെയിന്. അത് ചിലപ്പോൾ പോളിസിസ്റ്റൈറ്റിസ് ആയിരിക്കും. കോമൺ കോസസ് ആ പറയുന്നത് കേട്ടോ. പോളിസിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഗോൾ സ്റ്റോൺസ്, ബിലിയറി കോളിക്ക്, ഹെപ്പറ്റൈറ്റിസ്. അതേസമയം ലെഫ്റ്റ് അപ്പർ കോട്ടണിലോട്ട് വരുവാണെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസിന്റെ മോസ്റ്റ്ലി ടെയിലുള്ള ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ആയിരിക്കും. അറിയാലോ പാൻക്രിയാറ്റൈറ്റിസിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്. പിന്നെ ഗ്യാസ്ട്രിക് അൾസർ. റൈറ്റ് ലോവർ കോട്ടണിലോട്ട് വരുവാണെങ്കിൽ അപ്പൻഡിസൈറ്റിസ്, ഓവേറിയൻ ടോർഷൻ അല്ലെങ്കിൽ സിസ്റ്റ്, റൈറ്റ് സൈഡിൽ സിസ്റ്റ് വരുന്നത്. പിന്നെ എക്ടോപിക് പ്രഗ്നൻസി. അതേസമയം നമ്മൾ ലെഫ്റ്റ് ലോവർ കോട്ടണിലോട്ട് പോവുകയാണെങ്കിൽ അതിന് ഡൈവേർട്ടിക്കുലൈറ്റിസിന് സാധ്യതയുണ്ട്. ഓവേറിയൻ ടോർഷൻ അല്ലെങ്കിൽ സിസ്റ്റ്, അത് ലെഫ്റ്റ് സൈഡ്. പിന്നെ എക്ടോപിക് പ്രഗ്നൻസി ഏത് സൈഡിലാണ് ഇംപ്ലാന്റ് ആയിരിക്കുന്നത് അതനുസരിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോ ലോവർ സൈഡിലോ പെയിൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കോമൺ കോസസ് ആണ്. വേറെയും കോസസുകളുണ്ട്. നമുക്ക് ഫൈനൽ ഡയഗ്നോസിസിലോട്ട് പോകണമെങ്കിൽ പേഷ്യന്റെ സയൻസ് ആൻഡ് സിംറ്റംസും ഒക്കെ നോക്കണം. ഈ എല്ലാ ഡിസീസ് കണ്ടീഷനിലും യുണീക്ക് ആയിട്ടുള്ള സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയത്തില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒരു കമന്റ് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ നമ്മുടെ NCLEX-RN എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആട്ടോ. പഠിക്കുമ്പോൾ ഇതൊക്കെ എല്ലാവരും തറവാക്കിയിരുന്ന് പഠിക്കണേ. അപ്പൊ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.